ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ റീഡിങ് എന്താ, കളക്റ്റീവായിട്ടുള്ളൊരു മെസ്സേജസ് ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിപ്പോൾ കേൾക്കേണ്ടതുണ്ടോ, കേട്ടിരിക്കേണ്ടതുണ്ടോ, റിലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജസ് ആണ്. അപ്പോൾ നോക്കാം. ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാനായിട്ടൊക്കെയുള്ള സമയമായിട്ടുണ്ടാവുക. ആൻഡ് ജനറൽ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഒന്നും റെസിനേഷൻ സംഭവിക്കണമെന്നില്ല. അപ്പോൾ റെസിനേറ്റ് ആവുന്നവർ മാത്രം എടുത്തിട്ട് അല്ലാത്തവർ വിട്ടേക്കണേ. ചുമ്മാ കൊണകൊണാന്ന് പറഞ്ഞ് കുറേ പേര് വരുന്നുണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ. അവരോട് എനിക്ക് പറയാനുള്ളത് പുച്ഛം മാത്രം. നിങ്ങളവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞോളൂ, മറ്റേ പട്ടി കുരയ്ക്കും പോലെ, ഒരു കുഴപ്പമില്ല. പിന്നെ ഒരാൾ വന്നിട്ട് പറഞ്ഞിരുന്നു ഇതൊന്നും സത്യമല്ല, അങ്ങനെയല്ല, എനിക്ക് ആസ്ട്രോളജി അറിയില്ല. എനിക്ക് ആസ്ട്രോളജി അറിയില്ല, കാരണം എനിക്ക് ജ്യോതിഷമൊന്നും അറിയില്ല. ഓക്കെ, ഞാൻ ടാരറ്റ് റീഡറാണ്. അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, ആ ഓളജി എനിക്കറിയാം. ഓക്കെ, പിന്നെ അറിവുള്ള മനുഷ്യനാണെങ്കിൽ അറിവുള്ളടത്ത് പോവുക, അറിവുള്ള ചാനലുകളിൽ പോയി വാച്ച് ചെയ്യുക. എൻ്റെ താല്പര്യം ഇല്ലെങ്കിൽ കാണണ്ട. നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമേ താല്പര്യമില്ലാത്തുള്ളൂ. ഇഷ്ടമുള്ളവരും കാണുന്നവരും ഒരുപാട് പേരുണ്ട് നമ്മുടെ ഈ ചാനലിൽ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് ഓടി വരിക.
യൂണിവേഴ്സ് ഏഞ്ചൽസ്, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. എന്തൊക്കെ മെസ്സേജസ് ആണ് യൂണിവേഴ്സിൻ്റെ അടുക്കൽ നിന്നും കേൾക്കേണ്ടത്? ഓക്കെ, കൊള്ളാം കൊള്ളാം കൊള്ളാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെ അധികമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. നിങ്ങളടുത്ത് ഭയങ്കരമായിട്ട് ഉണ്ടാവണമെന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളെ അടുത്ത് കിട്ടണം, നിങ്ങളുടെ ഒപ്പം ഉണ്ടാവണം, നിങ്ങളുടെ ഒപ്പം സമയം ചെലവഴിക്കണം, നിങ്ങളുടെ ഒപ്പം ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങളെ കൊണ്ട് പോകണം, ഒരുപാട് യാത്ര ചെയ്യണം. അങ്ങനെ നിങ്ങളോടൊപ്പമുള്ള മെമ്മറീസ് ഒരുപാട് അവർ ഈ സമയം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആ വ്യക്തി ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒട്ടും ആ വ്യക്തിയായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആ വ്യക്തിയെ പ്രതീക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീരെയും അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഇതൊക്കെ നിങ്ങൾ നേരിടുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്കിതിൽ കാണുന്നത്. സോ നിങ്ങളുടെ വ്യക്തിയായിട്ട് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കേണ്ട ആളുകളാണ്. പക്ഷേ എന്തൊക്കെയോ കാരണം കൊണ്ട് നിങ്ങളും അവരുമായിട്ട് അത്ര സുഖത്തിലല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും, എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എനിക്ക് ഈ വ്യക്തി തന്നെ എല്ലാ സിറ്റുവേഷനിലും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ചില കാരണങ്ങളുടെ പേരിൽ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ കൂടെയും എനിക്കൊരാവശ്യം വന്നാൽ നാളെ ആ വ്യക്തി എൻ്റെ അടുത്തുണ്ടാവും, ഒരു വിളിപ്പുറത്തുണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക. നിങ്ങളെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൽപ്പിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു മൊമെൻറ്റിലാണ് ഇപ്പോൾ അവരിയ്ക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെപ്പറ്റി ചിന്തിക്കുക, നിങ്ങളെപ്പറ്റി ആലോചിക്കുക, നിങ്ങളെ പറ്റിയിട്ടൊരു ഉത്തരം കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഏതാണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്ന ഒരവസ്ഥ, അങ്ങനത്തെ സിറ്റുവേഷനിലൂടെയൊക്കെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഇത്രയും പെട്ടെന്ന് കിട്ടണം, നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റ് വേണം, നിങ്ങളുമായിട്ടുള്ളൊരു വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ റിലേഷൻഷിപ്പിലൂടെ മുന്നോട്ട് പോവുകയാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന കാർഡുകളാണ് എനിക്ക് കൂടുതലും കിട്ടുന്നത്. നിങ്ങളെ പറ്റിയിട്ട് അവർ ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, സുഹൃത്തുക്കളെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലെ ഒരുപാട് കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാവുന്നുണ്ട്. പലതരത്തിലുള്ള കോൺഫ്ലിക്ട്സുകൾ മനസ്സിലുണ്ടാവുന്നുണ്ട്. ഈ വ്യക്തിയുടെ ആയാലും നിങ്ങളുടെ ആയാലും പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും അങ്ങോട്ട് ആക്റ്റീവാക്കി എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്തൊരു സിറ്റുവേഷൻ വന്നാലും നിങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തുക ചെയ്യുന്നത്. നിങ്ങളുടെ ത്രോട്ട് ചക്ര ഡേഞ്ചർ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങളൊരു ഡേഞ്ചർ സിറ്റുവേഷനിലാണ്. നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ, നിങ്ങൾ പറയുന്ന രീതികൾ, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ഡേഞ്ചറാണ്. സോ ചിന്തിക്കുക, വളരെ പക്വമായ രീതിയിൽ ചിന്തിക്കുക. ഏതൊരു കാര്യം വന്നാലും, ലൈഫിൻ്റെ ഏത് സ്റ്റേജ് വന്നാലും ഞാൻ വളരെ മെച്യൂറായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും, അല്ലെങ്കിൽ ഞാൻ വളരെ മെച്യൂറായിട്ട് പക്വതയോടുകൂടി തീരുമാനങ്ങൾ എടുക്കും എന്നൊക്കെയുള്ള ഒരു ഉറപ്പ് അത് നമുക്കെല്ലാവർക്കും വേണം നമ്മുടെ ലൈഫിൽ. ആ ഒരു ഉറപ്പിൻ്റെ പുറത്താണ് പലരും ഇന്ന് ജീവിക്കുന്നതും മുന്നോട്ട് പോകുന്നതും ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നതുമല്ല. അപ്പം കോൺഫ്ലിക്ട്സുകൾ വരും, എല്ലാവരുടെ ഇടയിലും ഉണ്ടാവും കോൺഫ്ലിക്ട്സുകൾ, പലരും തമ്മിലുണ്ടാവും കോൺഫ്ലിക്ട്സുകൾ. പക്ഷേ ഈ കോൺഫ്ലിക്ട്സുകളെല്ലാം എങ്ങനെ, ഏതെല്ലാം രീതിയിൽ നമ്മൾ നേരിടുന്നു, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ അത് ഓക്കെ ആക്കി എടുക്കുന്നു
എന്നതിലാണ് നമ്മുടെയൊക്കെ ഒരു സത്യം കിടക്കുന്നത്. മനസ്സിലായോ? അപ്പം നമ്മുടെ ത്രോട്ട് ചക്ര ഡേഞ്ചറാണ്, നമ്മുടെ ത്രോട്ട് ചക്ര കുഴപ്പമാണെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ സംസാരിക്കുന്നത് ഒന്ന് സൂക്ഷിക്കുക. നമ്മൾ പറയുന്ന ഒരു വാക്ക്, എൻ്റെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്ക് മറ്റൊരാൾക്ക് കേട്ട് കഴിഞ്ഞാൽ, എൻ്റെ വായിൽ നിന്ന് വീണൊരു വാക്ക് മറ്റൊരാളെ വേദനിപ്പിക്കുന്നുണ്ടോ, അങ്ങനെ ഉണ്ടെന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ഇത്രയും കാലം ഇപ്പോൾ ഈ റീഡിങ് കാണുന്നവരുടെ മിക്കവരെയും എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നു നിങ്ങളുടെ ത്രോട്ട് ചക്ര ഡേഞ്ചറാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടും ഉണ്ടാവും. നിങ്ങൾ സംസാരിച്ച വാക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് കാണുമായിരിക്കും, പക്ഷെ നിങ്ങളുടെ വായിൽ നിന്ന് വേണം ഓരോ വാക്ക് മൂർച്ചേറിയതാണെന്ന് ഒരു പ്രാവശ്യമെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഇതല്ലെങ്കിൽ ഇത് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. കാരണം അത് ശരിയാണ്. നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന ചില വാക്കുകൾ അത്ര പെട്ടെന്നൊന്നും തിരിച്ചെടുക്കാനോ അത്ര പെട്ടെന്നൊന്നും ഓക്കെ ആക്കി എടുക്കാനൊന്നും പറ്റില്ല. സോ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ് എന്നും യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ വളരെ കെയർ ചെയ്യണം. നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ സന്ദർഭങ്ങളും ഓരോ സിറ്റുവേഷനും നിങ്ങൾ കെയർ ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ അധികം ഫിനാൻസിൻ്റെ പിന്നാലെ ഓടിയിട്ട് കാര്യമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫിനാൻസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല, പക്ഷേ നിങ്ങൾ നനച്ചിരിക്കാത്ത സമയത്ത് അത് നിങ്ങളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ പവർ. ഫിനാൻസ്, പെണ്ണ്, മണ്ണ്, സ്വത്ത്, വീട്, കാറൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ അത് നമ്മുടെ കൈകളിൽ വന്ന് ചേരുക ചെയ്യുക. അല്ലാണ്ട് അതിനു വേണ്ടി അലമുറയിട്ട് കൂട്ടിയിട്ടോ പിന്നാലെ നടന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നമുക്കതിനുള്ള ഒരു സമയം യോഗമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ ദൈവം എങ്ങനെയെങ്കിലും കൊണ്ടുവന്നെത്തിച്ച് തരും. അങ്ങനെ ചിന്തിക്കുക. മനസ്സിലായോ? യൂണിവേഴ്സൽ പവറിനെ വിശ്വസിക്കുക. പവർ അത്ര നിസ്സാരമില്ലടോ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയൊന്നല്ല. യൂണിവേഴ്സൽ പവർ എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറാണ്, ഡേഞ്ചർ. ഓക്കെ, അപ്പോൾ ചിന്തിക്കുക, ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക, ചിന്തിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കുക. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോഴേക്കും അങ്ങോട്ട് ചടഞ്ഞിരുന്ന് കരഞ്ഞ് ഇതാക്കാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ വ്യക്തി തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളുടെ മെമ്മറീസ് വളരെയധികം, നിങ്ങളുടെ മെമ്മറീസ് ഭയങ്കരമായിട്ട് ആ വ്യക്തിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങൾ കൊടുത്തിട്ടുള്ള സിറ്റുവേഷൻസ്, നിങ്ങൾ കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങൾ, നിങ്ങൾ കൊടുത്തിട്ടുള്ള പല കാര്യങ്ങളും ആ വ്യക്തിക്ക് മെമ്മറിയിൽ ഇങ്ങനെ വന്ന് കിടക്കുകയാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ. അപ്പോൾ ഈ ഒരു കാർഡിൽ കണ്ടാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഈ ഒരു ചെയറിൻ്റെ അടിയിൽ ഒരു കുട്ടി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ കുട്ടി ഇരിക്കുന്ന പോലും അറിയാതെയാണ് ഇയാൾ അതിനെ നോക്കിയിരിക്കുന്ന, അതിനെ ആസ്വദിച്ചിരിക്കുന്ന. ഈ ഒരു ലൈക്ക് എ ലാമ്പ്, ഒരു വിളക്ക് പോലത്തെ എന്തോ ഒരു സംഭവമാണ്, അതിനെ ആസ്വദിച്ചിരിക്കുന്നത്. ഒരു കുട്ടി താഴെ ഇരിക്കേണ്ടെന്ന് പോലും അറിയാതെയാണ് അയാൾ അത് ആസ്വദിക്കുന്നത്. അയാൾ അത്ര പോലും ശ്രദ്ധിക്കുന്നില്ല. കാരണം ഇയാളുടെ കോൺസെൻട്രേഷൻ മുഴുവൻ ഈ ഒരു കാര്യത്തിലാണ്. ഈ ഒരു കാര്യം മീൻസ് ദാറ്റ്സ് യു, നിങ്ങളാണ് ഗൈസ്. നിങ്ങൾ അത്രയ്ക്കും അധികം അവരുടെ മനസ്സിനെ ആശ്രയിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്, ഡിപ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് സത്യം. നിങ്ങളില്ലാതെ ഒരു ജീവിതമില്ല. കണ്ടോ, അവരുടെ ഹാർട്ടിനേറ്റ മുറിവുകളുണ്ട്, പലതരത്തിലുള്ള മുറിവുകളുണ്ട്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് വീണിട്ടുള്ള പല തെറ്റുകളുണ്ട്, പല കുറ്റങ്ങളുണ്ട്. അതെല്ലാം അവർ മറക്കാനും പൊറുക്കാനൊക്കെ തയ്യാറാണ്. ഓക്കെയാണ്. പക്ഷേ നിങ്ങളൊരു പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി തരാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു നല്ലൊരു തീരുമാനത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെയാണ് അവരേറ്റവും കൂടുതൽ ഈ സമയം ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും. നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്, സുഹൃത്തുക്കളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളില്ലാത്ത ഒരു നിമിഷം, ഒരു സമയം പോലും അവർക്ക് ഉണ്ടാവില്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളാണ് അവരുടെ താരം. ആൻഡ് നിങ്ങൾ അവരിലേക്ക് അടുക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് അടുക്കുന്നതോടുകൂടി, നിങ്ങൾ ഒന്നാവുന്നതോടുകൂടി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് കൈവരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റീഡിങ്. ഷോർട്ടാണ്, വളരെ ഷോർട്ടാണ്. എനിക്ക് അതിനുള്ള സമയമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ലോങ് ആയിട്ടുള്ള റീഡിങ്സ് ഞാൻ പൈൽ വെച്ചിട്ട് റീഡിങ്സ് ഇടുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. കാരണം ഞാൻ പൈൽ വെച്ച് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുന്നുണ്ടോ, നിങ്ങൾക്കത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലല്ലേ ഞാൻ പിന്നെ റീഡിങ് ഇട്ടിട്ട് കാര്യമുള്ളൂ. ഞാൻ ഒരുപാട് മുന്നിട്ടിട്ടുള്ളതാണ്, എനിക്ക് വലിയ റിസൾട്ട് കിട്ടിയിട്ടില്ല.
നിങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ കമൻറ്റ് ഒന്നും എനിക്കങ്ങനെ കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പൈൽ വെച്ചിട്ട് റീഡിങ് ചെയ്യുമ്പം, അതായത് 1 2 3 4 പൈൽ 5 പൈലൊക്കെ വെച്ച് ഞാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് കാണുമോ, നിങ്ങൾക്ക് ഇഷ്ടമാണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് പറയട്ടോ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ അങ്ങനെയാണ്, അതാണ് കൂടുതൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. അതല്ല ഇങ്ങനത്തെ ഓരോ സബ്ജക്റ്റ് എടുത്ത് ഒറ്റ പൈലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക, അത് അഫേം ചെയ്യാൻ വേണം. നിങ്ങളുടെ ലവറിൻ്റെയും പേര് ഇൻഡിക്കേറ്റ് ചെയ്യുക, ഒരു പ്രയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ പ്രയർ ഡെയിലി ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ പ്രയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ 3 ചാനലിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്യുക കേട്ടോ. ബൈ.